Let all mortal flesh keep silence, and with fear and trembling stand. Ponder nothing earthly minded, for with blessing in His hand, Christ our God to earth descended, our full homage to demand. King of kings and born of Mary, as of old on earth He is true, Lord of lords in human vesture, in the body and the blood, He will give to all the faithful His own self for heavenly food. Rank on rank the host of heaven spreads it one God on the way, as the light of life's descended from the realms of endless day, that the powers of hell may vanish as the darkness clears away. At His feet the six-winged seraph, cherubim with sleepless eye, veil their faces to the presence, as with ceaseless voice they cry, Hallelujah, 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 Lord Most High. Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, നിത്യനായ സാക്ഷാൽ ദൈവം, നിത്യത മുതൽ നിത്യത വരെ ദൈവമാകുന്നവൻ, സത്യ വെളിച്ചമായിരിക്കുന്നവൻ, തൻ്റെ സൃഷ്ടികളായ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ വിവരണമാണ് ഇന്നത്തെ വേദവചന പാഠങ്ങളിലൂടെ നാം ചിന്തിക്കുവാൻ പോകുന്നത്. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച്. ഇന്നത്തെ പ്രധാന വചനപാഠമാണ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് 9 to 18. നമ്മുടെ കീ വേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നതും ഈ വചനഭാഗത്തു നിന്നാണ്. വേഴ്സ് 14, 14 വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. Christ became a human being and lived here on earth among us and was full of loving forgiveness and truth. നമുക്ക് വായിക്കാം വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യഹൂദ ജനത അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ ദൈവമക്കളായവർ രക്തത്തിൽ നിന്ന് അല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചിരിക്കുന്നത്.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. സ്നാപക യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ദൈവപുത്രനായ യേശുക്രിസ്തു ആ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാം അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യേശുക്രിസ്തുവിനെ ദർശിച്ചവർ പിതാവാം ദൈവത്തിൻ്റെ തേജസ്സാണ് കണ്ടത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് പറയുന്നതാണ് ഞാൻ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, സാക്ഷാൽ ദൈവമായവൻ ഇതാ മനുഷ്യനായി ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ പാർക്കുവാൻ വന്നിരിക്കുന്നു. നമുക്ക് ഈ വേദഭാഗം കൂടുതൽ മനസ്സിലാകും. ഞാനതൊന്നുകൂടെ വായിക്കുമ്പോൾ verse 9 onwards. Later on, the one who is the true light arrived to shine on everyone coming into the world. But although he made the world didn't recognize him when he came. Even in his own land and among his own people, the Jews, he was not accepted. Only a few would welcome and receive him. But to all who received him, he gave the right to become children of God. All they needed to do was to trust him to save them. All those who believe this are reborn, not a physical rebirth resulting from human passion or plan, but from the will of God. ദൈവത്തിൻ്റെ ഹിതത്താലാണ് അത് സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിനെ ആരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ ആ നിയോഗത്താലാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയുകയില്ല. ഇറ്റ് ഈസ് ഓൺലി ബൈ ദ വിൽ ഓഫ് ഗോഡ്. And Christ became a human being and lived here on earth among us and was full of loving forgiveness and truth. And some of us have seen his glory, the glory of the only Son of the Heavenly Father. John pointed him out to the people, telling the crowds, "This is the one I was talking about when I said, 'Someone is coming who is greater by far than I am.'" യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിരിക്കുകയാണ്, "Someone is coming who is greater by far than I am, for he existed long before I did." ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഈ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. പക്ഷേ ആ യേശുക്രിസ്തുവിന് മുന്നോടിയായി ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ് ആ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ. ആസ് എ പ്രിക്കർസർ
ആസ് എ ഫോർറണ്ണർ. ഈ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ്, പക്ഷേ നിങ്ങൾ ഇനി അവനെ കാണുവാൻ പോവുകയാണ്, ഞാൻ അവന് വഴിയൊരുക്കുവാൻ വന്നിരിക്കുന്നവനാണ്. We have all benefited from the rich blessings he brought to us, blessing upon blessing heaped upon us. For Moses gave us only the law with its rigid demands and merciless justice, while Jesus Christ brought us loving forgiveness as well. യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ വേണ്ടി അന്നത്തെ ജനതയായ യഹൂദ ജനതയ്ക്ക് ദൈവം ന്യായപ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും വിധികളും എല്ലാം കൊടുത്തിരുന്നു. അതൊക്കെയും പ്രമാണിച്ച് ജീവിച്ച് ദൈവാനുരൂപരായി വളരുവാൻ. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിലേക്ക്, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് അവരുടെ കർമാദികൾ കൊണ്ട് ഒന്നും എത്തപ്പെടുവാൻ കഴിഞ്ഞില്ലായിരുന്നു. അതിനാലാണ് യേശുക്രിസ്തു തന്നെ കൃപയും സത്യവുമായി ഈ ഭൂമിയിലേക്ക് വന്നത്. അവൻ്റെ കൃപയിൽ നിന്നാണ് നമുക്ക് എല്ലാ നന്മകളും ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ നന്മയാണ് ദൈവമക്കൾ എന്ന പദവി. ദൈവത്തിൻ്റെ കൃപയാണ് അത് സാധ്യമാക്കിയത്. Verse 17 ഞാൻ ഒന്നുകൂടെ വായിക്കാം. For Moses gave us only the law with its rigid demands and merciless justice, while Jesus Christ brought us loving forgiveness as well. Verse 18. No one has ever actually seen God, but of course his only Son has, for he is the companion of the Father and has told us all about him. സാക്ഷാൽ ദൈവത്തെ പറ്റി, നിത്യനായ ദൈവത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നവൻ, അതായത് ദൈവത്തെ വെളിപ്പെടുത്തിയവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ അടുത്ത വചനപാഠം. ഫ്രം ദ ബുക്ക് ഓഫ് ഐശായ ചാപ്റ്റർ 11 വേഴ്സസ് 1 to 10. ഈ വചനഭാഗം നാം സുവിശേഷത്തിൽ വായിച്ചതുപോലെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ രക്ഷകനായി വരുന്ന യേശുവിനെ കുറിച്ചല്ല. വരവ് തന്നെയാണ്, എന്നാൽ ഇത് ലോകത്തെ ഭരിക്കുവാൻ രാജാവായി യേശു വരുന്ന ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പ്രഗത്ഭനായ രാജാവായിരുന്നു ദാവീദ് രാജാവ്. ആ ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിലിരുന്ന് ലോകത്തെ ഭരിക്കുവാനായി യേശു വരുന്നു. ആ കാര്യമാണ് പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതാണിത്. അറൗണ്ട് 735 to 715 BCE ഒരു രാജാവ് വരുന്നു. A king is coming in the lineage of David. നമുക്ക് നോക്കാം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോവാഭക്തിയിൽ ആയിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. ഒരു നല്ല രാജാവ് ഇങ്ങനെയായിരിക്കും. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടികൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ഒരു നല്ല രാജാവിൻ്റെ ഗുണങ്ങളാണ് ഇത്. ആ രാജ്യത്തിൽ എന്തായിരിക്കും അവസ്ഥ?
ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇവിടെ നാം കാണുന്നത് പെർഫെക്റ്റ് ഹാർമണിയാണ്. ഇവിടെ മനുഷ്യൻ പാപം ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസി ഇല്ല. മനുഷ്യനെ പാപത്തിലേക്ക് നിബന്ധിപ്പിച്ചിരുന്ന ആ പിശാചിൻ്റെ ഇൻഫ്ലുവൻസ് ഈ ദൈവരാജ്യത്തിൽ ഇല്ല. ആ ഇൻഫ്ലുവൻസ് മാറ്റിയിരിക്കുകയാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് 1000 ആണ്ട് വാഴുന്ന ഒരവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ ആ ജനത്തോടൊപ്പം, തൻ്റെ കാന്തയോടൊപ്പം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വാഴുകയാണ്. സഭയ്ക്ക് ഇവിടെ വാഴ്ചയുടെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗം നമ്മോട് പറയുന്നതല്ല, അത് യഹൂദ ജനതയോട് പറയുന്നതാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങളും ഇത് കേൾക്കണം. കാരണം ഇവിടെ നടക്കുവാൻ പോകുന്നത് ഇസ്രായേൽ ജനതയുടെ റെസ്റ്റോറേഷനാണ്, വീണ്ടെടുപ്പാണ്. സകല രാജ്യങ്ങളിൽ നിന്നും, അസീറിയയിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, ബാബിലോണിൽ നിന്നും, അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെയൊക്കെ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്കൊരു റെസ്റ്റോറേഷൻ കൊടുക്കുന്ന അനുഭവമാണ് ഈ കാലയളവിൽ നടക്കുന്നത്. അവിടെ അവർ കാണും തങ്ങൾ പാപരഹിതരായി ജീവിച്ചാൽ എങ്ങനെയുള്ള ഒരു അനുഭവമാണ് ദൈവസന്നിധിയിൽ സാധ്യമാകുന്നത്. അതിൻ്റെ ഒരു മുൻകാഴ്ചയാണ്, ഒരു നേർക്കാഴ്ചയാണ് അവർക്ക് ഈ രാജ്യത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ അതാണ് പ്രവചിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ എങ്ങനെയുള്ള അനുഭവമാണ്. ദുഷ്ടമൃഗങ്ങൾ പോലും അവർ മെരുങ്ങി കൂട്ടുകാരെ പോലെ ജീവിക്കുന്ന അവസ്ഥ. പ്രിയ സഹോദരങ്ങളെ, പാപമാണ് എല്ലാറ്റിനെയും അകറ്റി നിർത്തിയിരിക്കുന്നത്. നമുക്ക് പാപം ചെയ്യുവാനുള്ള ഒരു ഇൻഫ്ലുവൻസ് മാറിക്കഴിയുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് എല്ലാവരുമായും സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നത്? അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നത്. യെശയ്യാവിൻ്റെ 65-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും ഇതുപോലെ തന്നെ ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് വായിക്കാം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. ദാവീദ് രാജാവിൻ്റെ പിതാവിൻ്റെ പേരാണ് ഇശായി. ആ ഇശായിയുടെ റൂട്ടിൽ നിന്നാണ് ആ സിംഹാസനത്തിലിരിക്കാനായി ഈ യേശു ഭൂമിയിൽ വന്നത്. അതായത് യഹൂദ ഗോത്രത്തിലാണ് യേശു വന്നത്. വേഴ്സ് 11. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അസീറിയയിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, പത്രോസിൽ നിന്നും, എത്യോപ്യയിൽ നിന്നും, ഏലാമിൽ നിന്നും, ബാബിലോണിൽ നിന്നും, ഹാമാത്തിൽ നിന്നും, സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും.
അവൻ ജാതികൾക്ക് ഒരു കൊടിയുയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദജനത്തിൽ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ റെസ്റ്റോറേഷൻ, വീണ്ടെടുപ്പ് നടക്കുന്ന കാലയളവാണ് ഈ കാലയളവ്. നമുക്കത് ഒന്നുകൂടെ വായിക്കാം. The royal line of David will be cut off, chopped down like a tree, but from the stump will grow a shoot, as a branch, a new branch from the old root. And the Spirit of the Lord shall rest upon him. ഈ റൂട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. And the Spirit of the Lord shall rest upon him, the Spirit of wisdom, understanding, counsel, and might, the Spirit of knowledge, and of the fear of the Lord. His delight will be obedience to the Lord. He will not judge by appearance, false witness, or hearsay, but will defend the poor and the exploited. He will rule against the wicked who oppress them, for he will be clothed with fairness and with truth. That king will be clothed with fairness and truth. In that day, the wolf and the lamb will lie down together, and the leopard and goats they will be at peace. Calves and fat cattle will be safe among lions, and a little child shall lead them all. The cows will graze among bears, cubs and calves will lie down together, and lions will eat grass like the cows. Babies will crawl safely among poisonous snakes, and a little child who puts his hand in a nest of deadly adders will pull it out unharmed. Nothing will hurt or destroy in all my holy mountain, for as the waters fill the sea, so shall the earth be full of the knowledge of the Lord. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. The earth shall be full of the knowledge of the Lord. ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും. In that day, he who created the royal dynasty of David will be a banner of salvation to all the world. സകല ജനവും ഇത് കാണും. ഒരു നേർക്കാഴ്ചയാണ് ദൈവരാജ്യത്തിൽ എങ്ങനെയായിരിക്കും എന്നത്. The nations will rally to him, for the land where he lives will be a glorious place. പ്രിയ സഹോദരങ്ങളെ, നീതിയും സമാധാനവും പുലരുന്ന മിശിഹായുടെ രാജ്യം, ആ ദൈവരാജ്യം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് യെശയ്യാവ് ജനത്തിന് നൽകിയിരിക്കുന്നത്. നാമും അത് മനസ്സിലാക്കണം. സൃഷ്ടാവായ ദൈവം ചരിത്രത്തിൽ എങ്ങനെയാണ് മാനവജാതിയോട് ഇടപെട്ടുകൊണ്ടിരുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതേ ദൈവം തന്നെയാണ് കാലത്തികവിങ്കൽ അഥവാ കൈറോസ് ടൈമിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പ്രത്യക്ഷനായത്. ഇത് നമ്മെ പഠിപ്പിക്കുന്നു അടുത്ത വചനപാഠത്തിലൂടെ. എബ്രായ ലേഖനമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. The Epistle to the Hebrews, chapter 1, verses 1 to 12. എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദ ജനതയ്ക്കാണ് ഈ ലേഖനം എഴുതപ്പെട്ടത്. അതായത് ടു ദ ജൂയിഷ് ക്രിസ്ത്യൻസ്. ആരൊക്കെ യേശുക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചുവോ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ലേഖനം. അതിനാൽ തന്നെ അവരുടെ പ്രാമാണിക ഗ്രന്ഥമായ തോറായിൽ നിന്നുള്ള അനേകം കൊട്ടേഷൻസ് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 40ഓളം കോട്ട്സാണ് ഈ ലേഖനത്തിലുള്ളത്. യേശുക്രിസ്തുവിൻ്റെ
ദൈവത്വം, എല്ലാറ്റിനും മേലായുള്ള അവൻ്റെ ഔന്നത്യം, നിസ്തുലത, ശ്രേഷ്ഠത, ഇതെല്ലാം വെളിപ്പെടുത്തുന്നു ഈ ലേഖനം. യേശു സർവത്തിനും അവകാശി. ഭൂമണ്ഡലം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. തൻ്റെ ശക്തിയേറിയ വചനത്താലാണ് എല്ലാം നിർമ്മിക്കപ്പെട്ടത്. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ, പിതാവിനോട് സമസ്വഭാവമുള്ളവൻ, സമതുല്യനായിരിക്കുന്നവൻ, സമനിത്യനായിരിക്കുന്നവൻ, അവനെപ്പറ്റിയാണ് നിങ്ങളുടെ തോറായിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം വേഴ്സ് 1 ഓൺവേർഡ്സ്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ദൈവദൂതന്മാരെക്കാൾ ഉന്നതൻ. യേശുക്രിസ്തു ദൈവദൂതനല്ല, ദൂതന്മാരെ സൃഷ്ടിച്ചവനാണ്. ദൂതന്മാരെക്കാൾ ഉന്നതനാണ്. ദൈവദൂതന്മാർ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരാണ്. അവരുടെ സേവകാത്മാക്കളാണ്. എന്നാൽ ഈ യേശു സകലത്തിനും മീതെയുള്ളവനാണ്. വേഴ്സ് 5. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? എബ്രായ ലേഖനകർത്താവ് യഹൂദ ക്രിസ്ത്യാനികളോട് ചോദിക്കുകയാണ്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും നാം അവിടെ കാണുന്നു. ദൈവമേ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. ആ കൊട്ടേഷനാണ് തോറായിൽ നിന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനതൊന്നുകൂടെ വായിക്കാം. വേഴ്സ് 7 ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. എന്നാൽ പുത്രനോടോ അഥവാ യേശുക്രിസ്തുവിനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. എത്ര വലിയ വലിയ കാര്യങ്ങളാണ് യേശുക്രിസ്തുവിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തുടർന്നും പറയുന്നു,
ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ആരാണ്? അവൻ സാക്ഷാൽ ദൈവമാണ്. അവൻ്റെ നിസ്തുലത, അവൻ്റെ പരമാധികാരം ഇവ വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഈ യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായി നാം സ്വീകരിക്കുമോ? മാനുഷവേഷം പൂണ്ട ഈ ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടുകൊള്ളുവീൻ എന്ന് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നു അടുത്ത വചനപാഠത്തിൽ. In the book of Acts of the Apostles, chapter 3, verses 19 to 26. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അടുത്ത വാക്യത്തിൽ പ്രവാചകനായ മോശ യേശുക്രിസ്തുവിനെ പറ്റി പ്രവചിച്ചിരിക്കുന്ന തോറായിലെ ഉദ്ധരണിയാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. ആരായിരുന്നു ഈ പ്രവാചകൻ? അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവം മോശയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന പ്രവാചകനായ യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേൾക്കാത്ത, അവനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ ഇത് അവരോടുള്ള പ്രവചനമാണ്, അവർക്കുള്ള മുന്നറിയിപ്പാണ്. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 37-ാം വാക്യത്തിലും വിശുദ്ധനായ സ്തെഫാനോസ് ഇക്കാര്യം ലോകത്തോട് പറയുന്നു. നമുക്ക് തുടർന്ന് വായിക്കാം. അത്രയുമല്ല, ശമൂവേലാദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. മറ്റൊരു ഉദ്ധരണിയാണ് വേഴ്സ് 25 നാം കാണുന്നത്. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് നമ്മെ വിശുദ്ധരാക്കി തീർത്ത് നമ്മെ അനുഗ്രഹിച്ച് അവൻ്റെ കൂട്ടായ്മയിൽ നമ്മെ ചേർക്കുവാനാണ്. നമുക്ക് അതൊന്നുകൂടെ വായിക്കാം. Now change your mind and attitude to God and turn to Him so He can cleanse away your sins and send you wonderful times of refreshment from the presence of the Lord and send Jesus, your Messiah, back to you again. യേശു ക്രിസ്തു ഇതാ മടങ്ങി വരുന്നു. നമ്മെ ചേർക്കുവാൻ
മടങ്ങി വരുന്നവനായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുകയാണ്. For he must remain in heaven until the final recovery of all things from sin as proceed from ancient times. സകലവും നിവർത്തിയാകുവോളം അവൻ ഇതാ സ്വർഗത്തിൽ ഇരിക്കുകയാണ്, പിതാവിൻ്റെ വലത്തുഭാഗത്ത്. Moses, for instance, said long ago, "The Lord God will raise up a prophet among you who will resemble me. Listen carefully to everything he tells you. Anyone who will not listen to him shall be utterly destroyed." Samuel and every prophet since have all spoken about what is going on today. ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രവാചകന്മാർ അന്ന് പറഞ്ഞത്. You are the children of those prophets, and you are included in God's promise to your ancestors to bless the entire world through the Jewish race. That is the promise God gave to Abraham. പ്രിയ സഹോദരങ്ങളെ, യഹൂദ ജനതയോടും ഇന്ന് നമ്മോടും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. നമ്മെ ഈ ലോകത്തിന് മാതൃകയാക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം നമ്മെ രക്ഷിച്ച നമ്മുടെ യേശു കർത്താവ് ഇതാ മടങ്ങി വരുന്നു. അവൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ നമുക്കുണ്ടാകും. ആൻഡ് as soon as God had brought his son Jesus to life again, he sent him first of all to you, men of Israel, to bless you by turning you back from your sins. മരണത്തിൽ നിന്ന് യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. നമ്മുടെ ബലം ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. അവനിലാണ് നമ്മുടെ ആശ്രയം, നമ്മുടെ പ്രത്യാശ അവനിലാണ്, നമ്മുടെ ഉറപ്പ് അവനിലാണ്. മരണത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും അവൻ ഉയർപ്പിക്കും. അവൻ്റെ രാജ്യത്തിൽ അവൻ നമ്മെ ചേർത്തുകൊള്ളും. ഈ വലിയ സത്യങ്ങൾ ഈ വചന കേൾവിയിൽ നാം ഇന്ന് ഗ്രഹിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. നമുക്ക് വരുവാൻ പോകുന്ന ആശ്വാസകാലങ്ങൾ അത് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർക്കുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ ആൻഡ് ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.